അള്ളാഹെ കിട്ടുന്ന ഒരു അമലുണ്ട്. അതേതെന്നറിയോ? അള്ളാഹെ കിട്ടുന്ന അമലേതാ? ഒരൊറ്റ അമല്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ ഹബീബിനോട് അല്ല പറയുകയാണ്, ഓ പ്രവാചകരേ, നോമ്പിന്റെ വിഷയം വരുമ്പോ അതിന് എന്താ പ്രതിഫലമെന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട റസൂല്. ആ പ്രതിഫലം ഞാൻ കൊടുക്കുന്നത് അവന് ഞാൻ എന്നെ അങ്ങ് കൊടുത്തോളാം നബിയേ, ഞാൻ എന്നെ അവനങ്ങ് കൊടുത്തോളാം റസൂലേ. എന്തുകൊണ്ടെന്നറിയോ പെങ്ങന്മാര്, ഒരു നിമിഷം നിങ്ങൾ നന്നാകിട്ടെന്ന് കേട്ടോ. നിസ്കാരം എന്ന് പറയുന്നത് ആരും കാണാതെ ചെയ്യാൻ പറ്റൂല. നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കണ്ടിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം ജമാഅത്ത് എന്ന് പറയുന്നത് സകല ആളുകളും കാണുന്നതല്ലേ. ഇമാമും ജമാഅത്ത് എന്ന് പറയുന്നത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇമാമും ഒരു ഇമാമും ഒരു മഅ്മൂമുമാണല്ലോ ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാളൊരാള് കാണും, നിസ്കരിക്കുമ്പോ അടുത്താള് കാണുമല്ലോ. ഇനി സക്കാത്ത് എന്ന് പറയുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആരും അറിയാതെ ഒരാള് സക്കാത്ത് കൊടുത്തെന്നിരിക്കട്ടെ, എന്നാലും വാങ്ങുന്നവനെങ്കിലും അറിയൂലേ. അവിടെയും ആളുകൾ അറിയുന്നുണ്ട്. ആരും അറിയാതെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മാത്രമേ അറഫയിൽ പാടുള്ളൂ എന്ന് വാശി പിടിച്ചാ എന്തെങ്കിലും നടക്കുവോ? മിനയിൽ ഞാൻ മാത്രമേ 3 ദിവസം വ്യാപാരിക്കുക എന്നത് വാശി പിടിച്ചാ നടക്കുന്ന കാര്യമാണ്. ആകാശത്തെ മേൽ കൂരയാക്കിക്കൊണ്ട് പച്ച മണ്ണിനെ വിരിപ്പാക്കിക്കൊണ്ട് മുസ്ദലിഫയിൽ വ്യാപാരിക്കുന്ന രാത്രിയുണ്ടല്ലോ, ആ പരിശുദ്ധമായ വ്യാപാരിക്കല് ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതെല്ലാം സംഘടിതമായി ചെയ്യുന്ന കാര്യമല്ലേ. എന്നാൽ ആരും അറിയാതെ ചെയ്യുന്ന ഒരു ഇബാദത്തിന്റെ, ആ ഇബാദത്തിന്റെ പേരേതാണ്? അത് നോമ്പാണ്. എന്തുകൊണ്ടാണ് സഹോദരാ? നിസ്കാരം എന്ന് പറഞ്ഞാ കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. അഖ്വാലുൻ വഅഫ്ആലുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി വമുഖ്തതമത്തുൻ ബിത്തസ്ലീമി. ചില വാക്കുകളാണ്, ചില പ്രവൃത്തികളാണ് തക്ബീർ കൊണ്ട് തുടങ്ങും, സലാം കൊണ്ട് അവസാനിക്കുന്നത്. ഒരാളെ കൈകെട്ടി ഇങ്ങനെ നിന്നാൽ നിസ്കാരാവോ? കുനിയണം, നിവരണം, കിടക്കണം, മുട്ടിലിടയണം, എഴുന്നേറ്റിരിക്കണം, തലയാട്ടണം. ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നിസ്കാരാവുള്ളൂ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് നേരെ പോയി കഅബയുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഒരൊറ്റ നിപ്പ് നിന്നാൽ അത് ഹജ്ജാവൂല. അറഫയുടെ ദിവസം ദുൽഹജ്ജ് 9-ന്റെ അറഫയിൽ പോകണം, 10-ന്റെ അറുത്ത് കൊടുക്കണം. അന്ന് രാത്രിയിൽ മിനായി മുസ്ദലിഫയിൽ വ്യാപാരിക്കണം. കുറെ പ്രവൃത്തിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഉംറയോ അങ്ങനെ തന്നെ. 7 തവാഫ്, സഈ ചെയ്യല്, ഇതൊക്കെയാണ് ഉംറ എന്ന് പറയുന്നത്. അപ്പൊ അതും കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാലോ ഞാൻ കൊടുത്തോളാം എന്ന് നിയ്യത്താക്കിയിട്ട് നിക്കലല്ല. നോമ്പിന്റെ പ്രത്യേകത എന്താ? നോമ്പ് ഒന്നും ചെയ്യാനില്ല, കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കല. നോമ്പെന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. ഏത്? കുടിക്കരുത്, തിന്നരുത്, ഭാര്യയുടെ അടുത്ത് പോകരുത്, ഭർത്താവ് എത്ര മൂളിപ്പാട്ടും പാടി വന്നാലും അടുപ്പിക്കരുത്. ഇതൊക്കെ ചെയ്യാതിരിക്കലാണ് നോമ്പെന്ന് പറഞ്ഞാൽ. അപ്പൊ നിസ്കാരം ചെയ്യുന്നത് ആരെങ്കിലും കാണും, ഹജ്ജും ഉംറയും ആരെങ്കിലും കാണും ചെയ്യുന്നതായതുകൊണ്ട്, സക്കാത്ത് ആരെങ്കിലും കാണും ചെയ്യുന്നത് കൊണ്ട്, നോമ്പോ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ആരും അറിയൂല. അതുകൊണ്ട് അതിൽ ലോകമാന്യതയില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, പ്രകടനപരതയില്ലാത്തത് കൊണ്ട്, റിയാഅ് വരാത്തത് കൊണ്ട് ഞാൻ എന്നെ കൊടുത്തോളാം. അപ്പൊ അള്ളാഹുവിനെ വേണോ? സ്വർഗമായാലും നരകമായാലും വേറെ എന്ത് മാധ്യമങ്ങളായാലും അതുമായിട്ട് കണക്ട് ആകാൻ പാടില്ല. എന്നാൽ മാത്രമേ ആ ഇബാദത്ത് മുഖ്ലിസായ ഇബാദത്താകൂ. എങ്കിലേ അള്ളാഹുവിനെ നമുക്ക് കിട്ടൂ. നമ്മുടെ ലക്ഷ്യം പടച്ചോനെ കിട്ടലാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത് ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന പണി അവസാനിപ്പിക്കണം. ഇപ്പോ കുറെ ഉസ്താദുമാരിപ്പുണ്ട്, മുത്താലിമീങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പൊ നാളെ വഴലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, എനിക്കല്ല നിങ്ങൾക്ക്. നാളെ വഴലല്ല, നാളെ വഴലല്ല നിങ്ങൾക്കുള്ളത്. നാളെ നസീഹത്തുകളാണ്. ഇന്ന് വഴലാണ്. നസീഹത്ത് വേറെ, വഴല് വേറെ. അപ്പൊ നാളെ നിങ്ങൾക്ക് മഹാന്മാരായ കുറെ ഒരു പിടി പണ്ഡിതന്മാര് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു.
അപ്പൊ ആ മഹത്തുക്കളും ഇന്നത്തെ ദിവസവും തമ്മിൽ കമ്പയർ ചെയ്യണം. ഇനി നാളെ ഒരു വഴലും കൂടെ ഉണ്ടെങ്കിലോ, ഞാൻ ഉള്ള കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന് ഇനിയിപ്പോ നാസർ ഉസ്താദ് എന്ത് തന്നാലും മുതലാവുകയില്ല, അല്ലെങ്കിൽ എന്ത് തരാനാ, അല്ലെങ്കിൽ തന്നാൽ എനിക്ക് തികയോ, അല്ലെങ്കിൽ എന്ത് തന്നാലാ മുതലാവൂ. ബോണസ് അല്ലെങ്കിൽ എന്റെ ലാഭം എന്താണെന്നറിയോ? ഈ കണ്ട ഇത്രയും മാലിമീങ്ങളുള്ള കേരളത്തില് ഈ മലാഹിറുൽ ഉലൂം അറബി കോളേജിന്റെ ദശവാർഷിക മഹാസമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം, അതും വലിയ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം പോലും ഹ്രസ്വമാക്കിക്കൊണ്ട് എനിക്ക് അവസരം തരുന്ന രീതിയിൽ എന്നെ അള്ളാഹ് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ലാഭം. അള്ളാന്റെ ദീൻ പറയാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന ഒരു അവസരം, അതാണ് ലാഭം. മറിച്ച് നാളെ ഇനി വേറെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്നലെ ഒരു പ്രഭാഷകൻ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഇന്നലത്തെ പ്രസംഗിച്ച ആളിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ വരാൻ, അല്ലെങ്കിൽ നാളെ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളിനേക്കാൾ ഒരു പടി കൂടി മുന്നിലോട്ട് വരാൻ വേണ്ടി വെച്ചങ്ങ് കീറും. അപ്പൊ അങ്ങനെ വരുമ്പോഴോ എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീൻ മാത്രമല്ല, ഞാൻ നാണം കെടാൻ പാടില്ല എന്നതുകൂടിയാകും. അതുകൊണ്ടാണ് എല്ലാ കമ്മിറ്റിക്കാരോടും പറയാനുള്ളത്, ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് ഇമാമിയങ്ങളെ വേണമെങ്കിൽ, എന്റെ ശൈലി ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഞാൻ ഇതിന് മാറ്റാൻ പറ്റില്ലല്ലോ, എന്റെ ഖിൽഖിയത്ത് മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് ഏതെങ്കിലും ഇമാമിന് ആവശ്യമുണ്ടെങ്കിൽ നിലവിൽ അവർ ഏതു പള്ളിയിലാണോ ഇരിക്കുന്നത് ആ പള്ളിയിൽ ചെന്ന് അവരറിയാതെ പിറകിൽ നിന്നിട്ട് ഖിറാഅത്ത് കേൾക്കണം. അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ഉസ്താദിനോട് വിളിച്ചിട്ട് ചോദിക്കണം പുള്ളി എങ്ങനെയുണ്ട് എന്ന്. അല്ലാതെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ഞങ്ങളുടെ പള്ളിയിൽ വരണം, എന്നിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒന്ന് ഇമാമത്ത് നിൽക്കണം, ഞങ്ങളൊന്ന് നോക്കട്ടെ. ആരാ നോക്കുന്നത്? അലിഫിനെ ഫത്തഹിട്ട ടി എന്ന് വായിക്കുന്ന ആളുകൾ, ആ എന്ന് വായിക്കാൻ അറിയാത്ത ആളുകൾ. ഞാൻ കുറ്റപ്പെടുത്തും, നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഈ പരിസരത്ത് ഒരു പള്ളിയിൽ ഇമാമിനെ വേണമെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട്, ഉസ്താദെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പുതിയ ഇമാമ് വരികയാണ്, നിങ്ങളൊന്ന് വരണം, അദ്ദേഹത്തിന്റെ ആ ഖിറാഅത്തും മഖ്റജും തജ്വീദും ഒക്കെ ഒന്ന് പരിശോധിക്കും. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഉമറാക്കളാണ്, ഉലമാക്കളല്ല എന്ന് പറഞ്ഞാൽ ന്യായമാണ്. അതല്ലാതെ നന്നായിട്ട് വന്ന സ്വരത്തിൽ യേശുദാ ഗാനഗന്ധർവൻ 70,000 പാട്ട് പാടിയ, ഏകദേശം 30,000 പാട്ടും കൂടിയായാൽ 1,00,000 വരുന്ന പാട്ടുകൾ പാടിയ ഗാനഗന്ധർവൻ എന്ന് ആരൊക്കെയോ പറയുന്ന ശ്രീ യേശുദാസ്, ആ യേശുദാസിന്റെ ഈണത്തിൽ അങ്ങോട്ട് ഖുർആൻ ഓതുന്ന ആളിന് ഫസ്റ്റ് നിങ്ങൾ തന്നെ 1000 രൂപ ശമ്പളം അധികം. മഖ്റജ് ഉണ്ടാവൂല, വാക്കുകൾ കറക്റ്റ് ആയിരിക്കൂല, നേരെ മറിച്ച് തർത്തീലായിട്ട് കൃത്യമായി നന്നായിട്ട് തജ്വീദ് അനുസരിച്ച് ഓതുന്ന ആള് സ്വരം ഉണ്ടാവണമെന്നില്ലല്ലോ, അയാൾക്ക് ജോലി കൊടുക്കൂല. ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നതല്ല ഉസ്താദ് മഗ്‌രിബിന് വരണം, ആ ളുഹറിന് വന്നാ പോരെ, പറ്റൂല, ഇശാക്ക് വരണം, ഇശാക്ക് വന്ന് ഇമാമത്ത് നിൽക്കണം. അപ്പൊ ഉസ്താദ് എന്താ ചിന്തിക്കുക? എനിക്ക് ജോലി വേണമല്ലോ. അതുകൊണ്ട് ഇതാരൊക്കെ എപ്പിക്കാനാ ഓതുന്നത്? പ്രസിഡന്റ് മാർക്കിടണം, സെക്രട്ടറി മാർക്കിടണം. അതുകൊണ്ട് നന്നായിട്ട് ഓതാം. എന്തൊരു മണിയായിരിക്കും, എന്തൊരു നീട്ടായിരിക്കും. ഈ മണിയും നീട്ടും ഒക്കെ ആയി. നമസ്കാരം പോയില്ലേ? നമസ്കാരം പോയില്ലേ? അതിനാരാ കാരണക്കാര്? അതിനാരാ? ഞാൻ ആദ്യം പ്രഭാഷകന്മാരെ പറഞ്ഞിട്ടാ പിന്നെ ഇമാമിയങ്ങളെ പറഞ്ഞത്. ദേശീയൊന്നും പിടിക്കണ്ട. ഇനി അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിസാരമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്, നിസാരമായി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതേത് കാര്യമാണ്? ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ്, കൊള്ളാം, നിങ്ങളുടെ പണി കൊള്ളാം. ആ സമയത്ത് നമ്മൾ ആത്മാർത്ഥത കൂട്ടും, പോരാന്ന് പറഞ്ഞാൽ കുറയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് റിയാഇന്റെ ചില അടയാളങ്ങളാണ്. മഹാന്മാര് പറയുന്നു, ഒറ്റയ്ക്കാകുമ്പോൾ പെട്ടെന്നങ്ങ് തീർക്കും. ആളുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ദീർഘമായി ചെയ്യും. ഒറ്റയ്ക്കാണ് നിസ്കാരമെങ്കിൽ ചാവക്കോഴി അല്ലെങ്കിൽ പൂവങ്കോഴി അല്ലെങ്കിൽ പെടക്കോഴി കൊത്തും പോലെയാണ്, പെട്ടെന്ന് നിസ്കരിക്കും. ആരെങ്കിലും കൂടെ ബേക്കിലുണ്ടെങ്കിലോ വലിയ വലിയ സൂറത്തുകളോടും. ഇതെല്ലാം ലോകമാന്യതയിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, തുടങ്ങി നിസാരമായ ഒരു കാര്യങ്ങളും നമ്മുടെ
ജീവിതത്തിന്റെ അമലുകളിൽ കടന്നു വരാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് മുആദ് തങ്ങൾ കരഞ്ഞത്, അതുകൊണ്ടാണ് ഫാറൂഖ് തങ്ങൾ സ്തബ്ധനായി നിന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് എനിക്ക് കരച്ചിൽ വരാത്തത്, കേൾക്കുമ്പോ നിങ്ങൾക്കുമൊന്നും തോന്നാത്തത് കൊണ്ടാണ്. ഒരു ഹദീസിന്റെ ശകലം കേട്ടിട്ട് മുആദ് തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞെന്ന് സഹാബത്ത് രേഖപ്പെടുത്തുമ്പോ ഒരു ശകലം നിന്റെ ജീവിതത്തിൽ ലോകമാന്യത വന്നാൽ, സ്കൂളിൽ വിടാൻ മക്കളുമാകട്ടെ പുറപ്പെടുവിക്കുമ്പോൾ സ്കൂൾ വാൻ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിലാണ് അബ്ദുൽ നാസർ മൗലവി ഉസ്താദ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദ് അതുവഴി പോകുന്നുണ്ട്. ഉസ്താദുമാര് പോകുമ്പോ തലമറയ്ക്കണമല്ലോ, പെട്ടെന്നൊരു തുണിയെടുപ്പ് തലയിലേക്ക് ഇടുമ്പോ നാളെ പടച്ചോദ കോടതിയുണ്ട് എരിച്ചാൻ മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്ത കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറാവൻ സഭ. ആ സഭയില് അല്ലാഹു നിന്നെ വിളിക്കുമേ പ്രാപ്തമായ ആമിന, നീ തലവണച്ചത് എനിക്ക് വേണ്ടിയല്ലോ, അതുകൊണ്ട് പോ. അബ്ദുൽ നാസർ മൗലവി ഉസ്താദിനോട് ചെന്നിട്ട് ചോദിക്ക്, പ്രതിഫലം തരാ. ഉസ്താദിന് കൊടുക്കാൻ കഴിയോ? ഇല്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് വേണ്ട ഒരൊറ്റ ഇബാദത്തിലും ഒരു മഖ്ലൂക്കിനെ നമ്മളെ കയറ്റേണ്ട. മഹാന്മാരെ അവിക്കിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്, ഒരു കഴുത അടുത്ത് നിൽക്കുമ്പോഴാണ് നീ നിസ്കരിക്കുന്ന അതേ ലാഘവത്തോട്, അതേ രൂപത്തോട്, അതേ ഭാവത്തോടെയാണ് നീ ചെയ്യേണ്ടത് ഇബാദത്തുകള്. ഒരു കഴുത നിൽക്കുന്നു, നീ ബക്കറ ഓതിയാല് കഴുതയ്ക്കെന്ത് ബക്കറ, കഴുതയ്ക്കെന്ത് ആലി ഇമ്രാൻ, കഴുതയ്ക്കെന്ത് മണി, കഴുതയ്ക്കെന്ത് ഇദ്ഗാമും ബിഗുന്ന, കഴുതയ്ക്കെന്ത് ഇദ്ഗാമും ബിലാഹുന്ന ഇൽഹാർ ഇഖ്ഫാ ഇഖ്ലാബ്, ഇതൊന്നും കഴുതയ്ക്കറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് നീ കഴുതയുടെ അടുത്ത് നിന്ന് എങ്ങനാണോ നിസ്കരിക്കുന്നത് അതുപോലെയാകണം ഏത് കാദിഖുലാത്തി അടുത്ത് നിന്നാലും, ഏത് വലിയ മഹാൻ അടുത്ത് നിന്നാലും, ഏതൊരു സാധാരണക്കാരൻ അടുത്ത് നിന്നാലും നിന്റെ ഇബാദത്ത് ഒരുപോലെയാകണം. കാരണം നിന്റെ ഇബാദത്തിന്റെ കണക്ഷൻ ഖാലിഖായ റബ്ബുമായിട്ടാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. അതാണ് ഒന്നാമത്തെ പ്രമേയം. റമളാൻ മാസത്തിലോട്ട് കയറുമ്പോ തറാവീഹ് നിസ്കാരം, അതുപോലെ തന്നെ മറ്റ് ഏത് ഇബാദത്തുകളായാലും ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണ്ട, അതൊക്കെ നമ്മൾ ചെയ്യണം എന്റെ റബ്ബിന് വേണ്ടി, എന്റെ ഖാലിഖായ നാഥന് വേണ്ടി, എന്റെ റബ്ബുൽ അലീമായ പടച്ചതമ്പുരാന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ എന്റെ റബ്ബുമായിട്ട് എന്റെ ഇബാദത്തിന് റബ്ബിനോടൊപ്പം വേറെ ഒരാളെയും ഞാൻ കണക്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് വേണം റമളാനിലേക്ക് പോകാൻ. അല്ലാഹു ഫീക്ക് തരട്ടെ. എന്തിനാ പറയുന്നതെന്നറിയോ? ചില മഹല്ലുകളിലൊക്കെ ചില പരിപാടിയുണ്ട്, അതൊക്കെ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പരിപാടി എന്നറിയോ? കൂടുതൽ ഖത്തമോതുന്ന സഹോദരിമാർക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് കൊണ്ടുപോകാം. അപ്പൊ ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയോ? ഓടി പോകുന്നതിന് പകരം ഓടിപ്പോകും. ഒരു പേജ് മറിക്കുന്നതിന് പകരം 2 പേജ് മറിക്കും. മാത്രമല്ല, ഈ ഓതുന്നത് തന്നെ ഹഖ്ഖ തിലാവത്തിഹി എന്നൊരു തത്വമുണ്ട്. ഹഖ്ഖു തിലാവത്ത്. എന്താ ഈ ഹഖ്ഖു തിലാവത്ത്? 40 ദിവസം എന്റെ അഭിവന്ദനായ ഗുരുനാഥൻ ശൈഖുന അതിരാം പട്ടണം കേട്ടി മുഹമ്മദ് കുട്ടി ഹസ്രത്ത് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനവറുകൾ ഉപദേശത്തിൽ പറയുന്നത് ഓരോ 40 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കണമെന്നാണ്. അല്ലാതെ ഓരോ ദിവസം ഇരുന്ന് 3 ഖത്തം വീതം ഓതിയിട്ട് റമളാനിൽ ഞാൻ അൽഹംദുലില്ലാഹ് ആദ്യത്തെ 10 30, രണ്ടാമത്തെ 10 30, മൂന്നാമത്തെ 10 30, പെരുന്നാളിന്റെ അന്ന് രാവിലെ അൽഹംദുലില്ലാഹ് 10, അങ്ങനെ 100 ഖത്തം ഞാൻ റമളാനിൽ തീർത്തു എന്ന് ആരോട് മത്സരിക്കാനാ? അങ്ങനെ ഓതാൻ പറ്റുമോ? അങ്ങനെ ഓതാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഓതാൻ പറ്റുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. ഒരു എന്തായാലും ഒരു മാനദണ്ഡമുണ്ടല്ലോ ഏതിനും. അത് ബേസിക്കലായി അത് നമുക്കറിയാം. അത് ഞാൻ ഓരോ വഖത്തിനും ഓരോ ജുസു ഓതും. അൽഹംദുലില്ലാഹ് കൃത്യമാണ്. സുബഹിക്ക് മുമ്പ് ഒരു ജുസു, സുബഹിക്ക് ശേഷം ഒരു ജുസു, ളുഹറിന് മുമ്പ് ഒരു ജുസു, ശേഷം ഒരു ജുസു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരു ദിവസം 10 ജുസു, 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം. കേൾക്കാൻ രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. അല്ലാതെ ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റാ സുബഹിക്കും ഞാൻ ഒരു ഖത്തം തീർക്കും. അതെങ്ങനെ ഖത്തം തീർക്കുന്നത്? നിന്റെ ഖത്തം തീരും, അല്ലാതെ ഖത്തം തീർക്കാൻ പറ്റൂല. അത് ചില ആളുകൾ കൈമടക്ക് കൊടുത്തിട്ട് ഉസ്താദെ ഒരു ഖത്ത് ഓതിയേക്കാ ഇൻഷാ അല്ലാഹ്, ഹദീസിലുണ്ടല്ലോ 3 ഇഖ്ലാസ് ഓതിയ ഒരു ഖത്ത് ഓതിയ കൂലിയാണ്. അങ്ങനെയായിരിക്കും. അല്ലാതെ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഒരു ഖത്തം തീർക്കാൻ നമുക്ക് കഴിയില്ല.
അപ്പൊ ഇങ്ങനെ എനിക്ക് ഉംറയ്ക്ക് പോകണം, നല്ല ആഗ്രഹമാണ്, നല്ല കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചിട്ട് ഖത്തം തീർത്ത് ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പിന്നിലാക്കും എന്ന് പറഞ്ഞിട്ട് ഖത്തം ഓതുന്നത് ശരിയല്ല. ഹഖുത്തിലാവത്ത് എന്ന് പറഞ്ഞാൽ അദാബിന്റെ ആയത്തെത്തും, അപ്പോൾ അദാബിനെ തൊട്ട് കാവല് തേടണം. റഹ്മത്തിന്റെ ആയത്തെത്തും, റഹ്മത്തിനെ ചോദിക്കണം. സ്വർഗത്തിന്റെ ആയത്തെത്തും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന ചോദിക്കണം. നരകത്തിന്റെ ആയത്തെത്തും, അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവല് ചോദിക്കണം. ഹിസാബിന്റെ ആയത്തെത്തും, ആ സമയത്ത് അല്ലാഹുമ്മ ഹിസാബി എന്ന് പറയണം. ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ ബല വഅനാ അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഇങ്ങനെയൊക്കെ ഓതുമ്പോഴാണ് ഹഖ് തിലാവത്തിയാവുക, അതാണ് സമ്പൂർണ്ണമാവുക. അല്ലാതെ 70,000 ദിക്ർ വാപ്പാക്ക് ഓതണം, 10 മണിയാകുമ്പോ എല്ലാവരും വരണം, പഹാരം വരുള്ളൂ, 2 മണിക്കൂർ നിങ്ങൾ ചെല്ലിയേ പറ്റുള്ളൂ എന്ന് പറയും. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. തുടങ്ങാൻ ആദ്യത്തെ 10 സ്റ്റെപ്പ് അങ്ങനെയാ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ. പിന്നെ പപ്പടം കൊണ്ടുപോകുന്നവനെയും വിളിച്ചിരുത്തും, വിറവ് കീറുന്നവനെയും പിടിച്ചിരുത്തും, അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുന്നവനെയും പിടിച്ചിരുത്തും. എന്നിട്ട് അവന്റെ ഒക്കെ എണ്ണ എഴുതിയിട്ട് അവസാനം ഒരൊറ്റ അടിക്ക് ഇലാഹി അന്ത മഖ്സൂദി. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ഖബറിൽ പോകുന്നത് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്കറിയാം നാളെ ഇത് ഞാൻ ശൂന്യല്ല എന്നും പറഞ്ഞിപ്പോ മൊത്തത്തിലൊരു കലക്കലും. നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്ക്. നീ ഈ 7 ദിവസം കൊണ്ടുപോകുന്ന എന്തിനാ? നിന്റെ വാപ്പ കബറിൽ നിന്ന് ഓടുവൊന്നുമില്ലല്ലോ, മരിച്ചത് മരിച്ച് അവിടെ തന്നെ കിടക്കും. അപ്പൊ നീ എന്ത് വേണം? അങ്ങനെ ഉണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ചൊല്ല്, യാസീനോട്. ആ യാസീനോടുമ്പോ കൃത്യമായി ഓരോ അക്ഷരങ്ങൾ സ്ഫുടമായിട്ടോട്. അതിന്റെ പ്രതിഫലം കിട്ടണ്ടേ? എനിക്ക് 3 ആയത്തെ ഓതാൻ സമയം കിട്ടിയുള്ളൂ, മതി അൽഹംദുലില്ലാ. 3 ആയത്ത് ഓതിയിട്ട് പടച്ചോനെ എനിക്ക് സമയമില്ല, വെറുതെ ഓതിയിട്ട് കാര്യമില്ലല്ലോ, ഇതെന്റെ വാപ്പാടെ കബറിലേക്ക് എത്തിച്ചുകൊണ്ടു. അവിടെ കിട്ടുമല്ലോ. അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് സഹോദരിമാരെ, ആരെയും കാണിക്കാൻ വേണ്ടിയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും നമ്മളൊന്നും ചെയ്യരുത്. ഇബാദത്തിൽ അല്ലാഹ് അല്ലാത്ത വേറെ ഒന്നിനെയും കണക്ട് ചെയ്യരുത്. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ പ്രമേയം ഏതെന്നറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാഗൂദം കേട്ടു നിൽക്കുമ്പോൾ മുആദ് ബിൻ ജബൽ തങ്ങൾ പറയുകയാണ്, വമൻ ആദാലി ഔലിയാ അല്ലാഹ് ഫഖദ് ബാറസല്ലാഹ ബിൽ മുഹാറബ. ആരെങ്കിലും എന്റെ ഔലിയാക്കളോട്, ആരെങ്കിലും എന്റെ ഔലിയാക്കളോട് ശത്രുത പുലർത്തിയ ഫഖദ് ബാറസല്ലാഹ ബിൽ മുഹാറബ, അവനോട് അല്ലാഹുവിനോട് അവൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 1 കൊല്ലം പൂർത്തിയാകുന്നതിനിടയിൽ 1,00,000-ഓളം വരുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ശതകോടീശ്വരനായ വെള്ളക്കാരനായ വംശവെറിയനായ 2 പ്രാവശ്യം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിന ഹൃദയനായ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശതകോടീശ്വരൻ, അയാൾ ഗസയിലെ മക്കളോട് പറയുന്നു, ആ ഗസയിൽ നിന്ന് നിങ്ങൾ ജോർദാനിലേക്ക് പൊയ്ക്കോ, കുറച്ചാളുകൾ ഈജിപ്തിലേക്ക് പൊയ്ക്കോ, ആ ഗസ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് ആ ഗസയിൽ ഞാൻ സുഖവാസം, ആ ഗസയിൽ ഞാൻ 5 സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിക്കാൻ പോവുകയാ. അവിടെ ബാറുകൾ, വ്യഭിചാരശാല, ലോകം ഞാൻ ഒരു വല്ലാത്ത സ്വർഗമാക്കുമെന്ന് പറഞ്ഞിട്ട്, പലസ്തീനിലെ പൊന്നുമക്കളുടെ ഗസയും റഫയും നരകമാക്കുമെന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ നമ്മുടെ മനസ്സൊന്ന് കുലുങ്ങി. ആ ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചത് അല്ലാഹുവിനോടല്ല, ഫലസ്തീനിലെ മക്കളോടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആരോടാ വെല്ലുവിളിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞത്? ഫഖദ് ബാറസല്ലാഹ് അല്ലാഹുവിനോട് ബിൽ മുഹാറബത്ത്. യുദ്ധം കൊണ്ട് നിങ്ങൾ പടച്ചവരെയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി അല്ലാഹുവിനോട് നിങ്ങൾ നടത്തുന്ന വെല്ലുവിളി എന്തിന്റെ കാരണത്താലെന്നറിയോ? വമൻ ആദാലി ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടമിത്രങ്ങളോട് ശത്രുത കാണിച്ചാൽ. അല്ലാഹുവിന്റെ ഇഷ്ടമിത്രം എന്ന് പറഞ്ഞാരാ? മാത്രമാണോ? അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ മാത്രമാണോ? ഖാജ മുഈനുദ്ദീൻ ചിശ്തി ജബീരി സഞ്ചരി തങ്ങൾ മാത്രമാണോ? അഹമ്മദുൽ ബദവി തങ്ങൾ മാത്രമാണോ? ഇബ്രാഹിം ബസൂഖി തങ്ങൾ മാത്രമാണോ? അബുൽ ഹസൻ ഷാദിലി തങ്ങൾ മാത്രമാണോ? മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ജബീരി സഞ്ചരി തങ്ങൾ മാത്രമാണോ? ഇബ്രാഹിം ബാബിഷൽ ഇർബദി തങ്ങൾ മാത്രമാണോ? അല്ല, മറിച്ച് സഹോദരങ്ങളെ, പള്ളി അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെടും. അറിയോ?
അള്ളാഹ്ക്ക് പ്രിയങ്കരമാണെന്നാണ് അതിന്റെ അർത്ഥം. അള്ള പ്രിയം വെച്ചതിനെയൊക്കെ നമ്മൾ പ്രിയം വെക്കണം. അള്ള പ്രിയം വെച്ചതിനെ അതിനോട് നമ്മൾ വിരക്തി കാണിച്ച് എതിരായാൽ അള്ളാഹുവിനോട് നമ്മൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. ഒരു മൃഗം വരുമല്ലോ, പിന്നെയല്ലേ പള്ളി. ഒരു മൃഗം അറിയോ? ഇപ്പൊ ഞാനിപ്പോ സ്റ്റേജിലോട്ട് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പുതിയാപ്പിളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പ്രസംഗിച്ചോണ്ട് നിൽക്കുന്ന ആള് അല്ലാഹു അക്ബർ, പെട്ടെന്നൊക്കെ നമ്മൾ ഇനി അറുക്കാനങ്ങാനം കൊണ്ടുപോകണമെന്ന് ചിന്തിക്കും. അതൊക്കെ സുഖപ്പീരാൻ. എന്തിനാണ്? പിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ. എനിക്കതൊക്കെ എതിർപ്പുള്ള ആളാണ്. അതൊക്കെ നന്നായിട്ട് എതിർപ്പുള്ള ആളാണ്. ഞാൻ വിനയം കാണിക്കുന്ന ആളാണെന്ന് കൂട്ടരുത് നിങ്ങൾ. എനിക്കതിനോട് എതിർപ്പുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ഉസ്താദിനെ കാണുമ്പോ തക്ബീർ ചെല്ലുക, അല്ലെങ്കിൽ ഒരു വലിയ ആൾ വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന്, അതൊരു ഒരു വെറൈറ്റി. അതിനപ്പുറം വേറെ ഒന്നുമില്ല. പക്ഷേ ഒരു മൃഗം, ചാണകമിടുന്ന മൃഗം ഉണ്ടല്ലോ, മൂത്രം നജസായ, ചാണകം നജസായ, അത് ഒരിക്കലും ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ പുരളാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവര്, അങ്ങനെയുള്ള നമ്മൾ ഒരു മൃഗത്തെ കാണുമ്പോ തക്ബീർ ചൊല്ലണ്ടേ? ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അവസാനത്തെ അസർ വരെ, അല്ലെങ്കിൽ അറുത്തു കൊടുക്കുന്നത് വരെ. ഏതാ? ഉളുഹിയത്തിന്റെ മൃഗം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പട്ടികയിലാണ്. ഇന്ന മിൻ ശആഇരില്ല, അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഉലുഹിയ മൃഗത്തിനെ ബഹുമാനിക്കുന്നത് ഒരു മനുഷ്യന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ഭക്തിയുടെ പ്രകടമായ അടയാളമാണെന്ന് പഠിപ്പിച്ചത് അള്ളാന്റെ ഖുർആനല്ലേ? സഹോദരങ്ങളെ, ചന്തയിൽ ചെന്നിട്ട് വിൽക്കുന്നവൻ പറയുന്നു 55,000 ഇല്ലാതെ തരൂല. നമ്മൾ പറയുന്നു 45,000 തരാം. അയാൾ പറയുന്നു പോട്ടെ 50,000 എടുത്തോ. നമ്മൾ പറയുന്നു പറ്റൂല, 47,000 രൂപ ലാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വില പേശുന്നത് പോലും കൂലിയുള്ള കാര്യമെന്ന് പഠിപ്പിച്ചു. ഏതാ? ഉലുഹിയത്തിന്റെ മൃഗം. അതിനെ തലോടല്, അതിനെ കുളിപ്പിക്കല്, അതിനെ പരിപാലിക്കല്, അതിനെ ചാണകമെടുത്ത് കളയല്, അതിന്റെ തൊഴുത്ത് വൃത്തിയാക്കി കൊടുക്കല്, അതിന് നല്ല ഭക്ഷണം കൊടുക്കല്, അതിന് നല്ല പുല്ല് കൊടുക്കല്, ഇതെല്ലാം പുണ്യമാണെന്ന് പഠിപ്പിച്ചു. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളിൽപ്പെട്ടതാണത്. തൊപ്പി അള്ളാഹു തആല ബഹുമാനിച്ചതാണ്. അതുകൊണ്ട് തൊപ്പിയും വെച്ചുകൊണ്ട് കള്ള് കുടിക്കാൻ പാടില്ല. അത് ഡബിൾ ശിക്ഷയാണ്. മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഇട്ടുകൊണ്ട് കഞ്ചാവ് വലിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആഷിഖ് എന്ന് പറയുന്ന മകൻ സുബൈദ എന്ന പ്രിയപ്പെട്ട ഉമ്മയെ കഴുത്തിന് വെട്ടിയിട്ട് ഉമ്മയോട് പറഞ്ഞത്, നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി. മലപ്പുറം ജില്ലയിൽ ഒരു മകൻ ഉമ്മാന്റെ കഴുത്തിന് കുത്തിയിട്ട് പെടന്ന് മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലക്കടിച്ചു കൊന്നിട്ട് വാപ്പയോട് എന്ന് പറയുന്നു, ശൈത്താനെ ഞാൻ കൊന്നു എന്ന്. ഇന്നലെ എന്റെ നാട്ടിൽ 2 പേര്, തൊട്ടടുത്ത് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് 2 പേര്, അതുപോലെ തൊട്ടപ്പുറത്ത് കുറച്ചകലത്തില് ഒരു 95 വയസ്സുള്ള വൃദ്ധയായ ഉമ്മ. ഈ 5 പേരെയും ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ, ഒരേപോലെ കൊന്നുകളഞ്ഞ, ഒരു പോയിന്റ് പോലും തെറ്റാത്ത, അച്ചടിച്ചതുപോലെ, അതല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പോലെ കൃത്യമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ട് ക്രൂരമായി കൊലപാതകം നടത്തിയ ആ മകൻ, ഉമ്മ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തത് കൊണ്ടോ ഈ മകൻ എന്തിനാണ് കൊന്നത് എന്ന് ഒരു ചെറിയ തുരുമ്പിന്റെ ഒരു ചെറിയ വാൽ കഷ്ണമെങ്കിലും ആ ഉമ്മയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ആ ഉമ്മയ്ക്ക് ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു. ആ ഉമ്മ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കേരളം കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ ക്രൂരമായ ഈ പറയുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെവിടെയാണ്? മഹല്ല് സംവിധാനങ്ങൾ എവിടെയാണ്? ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. എവിടെയാണ് നേതാക്കന്മാര്? 9 മണി 10 മണി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, 10 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം.
കഞ്ചാവ് MDMA-യും അതിന്റെ ഏറ്റവും മൂർധന്യതയിലും അതിന്റെ ഏറ്റവും പരമോന്നതിയിലും എത്തി നിൽക്കുകയാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ കൂട്ടര്. കാരണം മനുഷ്യത്വം എന്തെന്നറിയില്ല, എന്താണ്, ആരാണ്, ഏതാണ് ഒന്നും അവർക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഉമ്മമാർക്ക് പോലും പേടിയാണ്, ഉമ്മമാർക്ക് പോലും പേടിയാണ്. എങ്ങനെ വിശ്വസിച്ച് ഉറങ്ങും തന്റെ മക്കളുടെ അടുത്ത് കിടന്ന്? എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ തന്റെ മകൻ? ഒരു ഉമ്മ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയില്, എന്താ പറഞ്ഞത്? എന്റെ മകന് രാത്രി വീട്ടിൽ വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് ആദി തുടങ്ങുകയാണ്. സാധാരണ മക്കള് വീട്ടിൽ കയറി എന്ന് പറയുമ്പോഴല്ലേ ഉമ്മാക്ക് സന്തോഷം വരിക. ആ ഉമ്മ പറയാണ്, എന്റെ മകൻ അല്പമൊക്കെ പഠിച്ച മോനാണ്, ആ മകൻ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ എനിക്ക് വെപ്രാളമാണ്. കാരണം ഞാൻ ആരാണ്, അവൻ ആരാണ് എന്ന് പോലും അവൻ തിരിച്ചറിയാതെ എന്നെ പീഡിപ്പിക്കാൻ പലവട്ടം എന്നെ കടന്നു പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകന് എന്നെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ പോലും കഴിയാതെ ഞാൻ മരിക്കാനുള്ള പേടി കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഈ സാക്ഷര കേരളത്തിലെ പാവപ്പെട്ട ഉമ്മമാര്, ഇതിനെല്ലാം പിന്നിൽ എന്താണ്? കഞ്ചാവ് എന്ന് പറയുന്ന മാരകമായ ഈ യുവതയെ നശിപ്പിക്കുന്ന ഏറ്റവും മഹാമാരി കോവിഡ് അല്ല, ഏറ്റവും വലിയ അർബുദം, ഏറ്റവും വലിയ ക്യാൻസർ, അതാണ് ഇന്നത്തെ കഞ്ചാവ്. അറിയുമോ സഹോദരിമാരെ, മഫ്ത ധരിച്ച, ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾ പോലും അതിന്റെ ക്രയവിക്രയത്തിലോ അതിന്റെ ഉപഭോക്താക്കളിലോ അതിന്റെ ഉപയോഗിക്കുന്നവരിലോ അല്ലെങ്കിൽ ഏജന്റുമാരിലോ പെട്ടുപോകുന്നു എന്നറിയുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തിൽ ഇത്രയും കാർന്ന് തിന്നുന്ന ഈ ത്രസിച്ച് ഇത്രയും വലിയ മൂർധന്യതയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മാരകമായ ഈ ഒരു നടപടിയെ ഒന്ന് പിടിച്ച് കയ്യാമം വെച്ച് അകത്തു വെച്ച് നിയമം നടപ്പിലാക്കാൻ നിയമ സംവിധാനങ്ങളില്ലേ എന്ന് പോലും നമ്മൾ ശങ്കിച്ചു പോവുകയാണ്. ഏതെങ്കിലും ഒരു ക്രിമിനലിനെ, കഞ്ചാവ് കേസിലെ ക്രിമിനലിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയാൽ നബിദിനത്തിന്റെ ഘോഷയാത്ര പോകും പോലെ പോവുക അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അവൻ പാവോണം, അവന്റെ ഉമ്മ പാവോണം, അവന്റെ വാപ്പ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്, ഉമ്മ തഹജ്ജുദ് കിടന്നിട്ട് തലപൊക്കിയിട്ടില്ല, അവന്റെ അനുജത്തി കൊച്ചാണ്, അവന്റെ ചേട്ടത്തിക്ക് കല്യാണം വന്നു. യഥാർത്ഥത്തിൽ ഇവനെ അകത്തല്ലേ ഇടേണ്ടത്? ഇവൻ പുറത്തിറങ്ങിയാൽ ഇനിയും പലർക്കും കച്ചവടം ചെയ്യൂലേ? നിങ്ങൾ ആലോചിച്ചു നോക്കേ, നിയമ സംവിധാനങ്ങളെ കണ്ണടക്കുകയാണോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു നടപടി വരാത്തത് എന്ന് നമ്മൾ പേടിച്ചു പോവല്ലേ? നടക്കുന്നുണ്ട്, പക്ഷേ ഫലം കാണുന്നില്ലല്ലോ എന്നുള്ളതല്ലേ നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ, സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ വന്നാലും കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അത് ജമാഅത്തിന്റെ ഭാരവാഹികളാണ്, മഹല്ല് ഭാരവാഹികളാണ്. കൃത്യമായി അവര് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബ ക്ലാസുകൾ നടത്തിയിട്ട് അവരെ ഓരോരുത്തരെയും പിടിച്ചണച്ചു നിർത്തിയിട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ മക്കളെ അതിൽ നിന്ന് ശുദ്ധീകരിച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ സുബൈദമാർ ആവർത്തിക്കപ്പെടും, നാളെ ലത്തീഫുമാരും ഷാഹിദമാരും ഷമിമാരും അതുപോലെ തന്നെ ഇർഫാനമാരും ആവർത്തിക്കപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് അഫ്ഫാന്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മാരകമായ വൈറസായി ഈ കഞ്ചാവ് മാറിക്കൊണ്ടിരിക്കുക. സ്കൂൾ അധികൃതർ മിണ്ടുന്നില്ല, അവർക്ക് പേടിയാണ്. ഒരുത്തരെ പിടിച്ചിട്ട് പുറത്താക്കാൻ പോകുമ്പോൾ പറഞ്ഞത്, ടീച്ചർ പുറത്തിറങ്ങി ഞാൻ കാച്ചിക്കളയും. ജീവന് പേടിയില്ലാത്ത ആരാളുള്ളത്? ജീവന് പേടിയില്ലാത്ത ആരാളുള്ളത്? കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വാപ്പയോട് പറയാണ്, താൻ തന്താണെന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് വാപ്പയെ മർദ്ദിക്കാൻ, പിച്ച വെക്കാൻ പഠിപ്പിച്ച വാപ്പ, സംസാരിക്കാൻ പഠിപ്പിച്ച വാപ്പ, ആദ്യ ഉരുള വായിലേക്ക് വെച്ച് നിന്ന് ചവച്ചരക്കാൻ പഠിപ്പിച്ച വാപ്പ. ബോധമില്ല പ്രിയപ്പെട്ടവരെ, ബോധമില്ല. അതുകൊണ്ട് ദുആ ചെയ്യുക, ഒപ്പം നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൃത്യമായി വിവരം കൊടുത്തിട്ട് അകത്താക്കലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഇനി അകത്ത് കടന്നാലോ?
അകത്ത് കിടന്നാലോ പുറത്തിരിക്കുന്നവൻ എന്നും പട്ടിണിയാ. അവന് ഇപ്പോഴും കിട്ടുന്നത് മത്തിയും, അവന് കിട്ടുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാണ്. അകത്ത് നിൽക്കുന്നവർക്കോ നല്ല ഒന്നാം തരം ബിരിയാണി. ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. അകത്ത് ഇപ്പം ആര് ശല്യത്തിനും വരൂല, 4 സൈഡും പോലീസുകാര് പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ 3 നേരം നല്ല ഭക്ഷണം. പണ്ടാണ് ഉണ്ട കിട്ടുന്നത്, ഗോതമ്പുണ്ട് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ പണ്ടാ. ഇപ്പൊ നല്ല ഒന്നാം തരം ബിരിയാണി, നല്ല ഭക്ഷണം, ഒപ്പം എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകള്. ഒരു കിളച്ച് പിന്നെ ചെടി നടാം, അല്ലെങ്കിൽ മരിച്ചീനി നടാം, അല്ലെങ്കിൽ തയ്ക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഈ പിന്നെ കൈത്തൊഴിലുകൾ ചെയ്യാം. പോകുമ്പോ റിലീസാകുന്ന സമയത്ത് കൈ നിറച്ച് പൈസയും കിട്ടും. അപ്പൊ ആരാ ജയിലിൽ പോകാൻ ആഗ്രഹിക്കാത്ത? അപ്പൊ ജയിലിൽ പോകണമെങ്കിൽ എന്താ ചെയ്യണം? ആരെങ്കിലും വെച്ച് കാച്ചണം. അതപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. എന്റെ മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ ഹിജാബ് ഇട്ടുകൊണ്ട് ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് അഴിച്ചു വെച്ചിട്ട് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അധിക്ഷേപിക്കുന്നത്? അള്ളാഹു പ്രിയങ്കരമായി കണ്ടതിനെയൊക്കെ നിങ്ങൾ ശത്രുതാ മനോഭാവത്തോടെ കണ്ടാൽ, അതല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്കൊരു വിരക്തി വന്നാൽ, നിങ്ങൾ പടച്ചോനോട് ആ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് കളി ഒതുവിടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഇഷ്ടപുത്രങ്ങളോട് ഒരിക്കലും നമ്മൾ എതിരാകാൻ പാടുള്ളതല്ല. മൂസാ നബി അലൈഹിസ്സലാമിനോടല്ല ചോദിച്ചല്ലോ, യാ മൂസാ അയ്യു അമലിന അമിൽതനീ, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു മൂസ നബിയേ? അല്ലാഹുവേ, സല്ലൈതു ലക വസംതു ലക വദകർതുക വതസദ്ദഖതു ലക, നിനക്ക് വേണ്ടി നിസ്കരിച്ചു, നിനക്ക് വേണ്ടി നോമ്പ് പിടിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു, നിന്നെ ഏത് സമയത്തും ഓർത്തോർത്ത് ഞാൻ ഇരിക്കുകയാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് പടച്ചോൻ പറഞ്ഞതെന്തെന്നറിയോ? അസ്സലാത്തു ബുർഹാനുൽ ലക, നീ എനിക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ നാളെ സ്വർഗത്തിൽ പോകാനുള്ള നിന്റെ ഐഡന്റിറ്റിയാണ്, പാസാണ്. എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചു എന്ന് പറയുന്നത് ജിന്നത്തിലൊക്കെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന വലിയ ഒരു തിരശീലയാണ്, ഒരു പരിചയാണ്. അതുപോലെ നീ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് നൂറുല്ലക്ക, നാളെ പരലോകത്ത് കുറ്റിരിട്ടാകുന്ന സിറാത്തിൽ നിനക്ക് പ്രകാശമാണ്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു മൂസ നബിയെ? ആ സമയത്ത് മൂസാ നബി തിരിച്ചു ചോദിക്കുന്നു, ദുല്ലനീ അലാ അമലിൻ ഹുവ ലക യാ അല്ലാഹ്, നിനക്ക് വേണ്ടിയുള്ള അമലേതാണെന്ന് എനിക്കെന്ന് പറഞ്ഞു തന്നാലും ഞാനത് ചെയ്തോളാം. ആ സമയത്ത് അല്ലാഹു മൂസാ പ്രവാചകനോട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അമല്, ഞാൻ സ്നേഹിച്ചവരെ സ്നേഹിക്കണം, ഞാൻ വെറുത്തവരെ നിങ്ങൾ വെറുക്കണം. അതാണ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമല്. നമ്മോട് ചോദിക്കാണ്, എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത എരുമേലിക്കാര്, അല്ലെങ്കിൽ എന്താ സ്ഥലത്തിന്റെ പള്ളിക്കാര് എനിക്ക് വേണ്ടി അത് തന്നെ. അപ്പൊ നിസ്കാരം എന്നത് നമുക്ക് നാളെ ഒരു പാസ്സാണ്. ഈ പാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കേട്ടുള്ളൂ. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോ അതിന്റെ ഒരു കീ, അതിന്റെ ഒരു ചാവ്, അതിന്റെ ഒരു ചാവി, അതാണ് നിസ്കാരം. അതാണ് നിസ്കാരം. അതുകൊണ്ട് നിസ്കാരം നമുക്ക് നാളത്തെ തെളിവാണ്, ഐഡന്റിറ്റിയാണ്. പിന്നെ നോമ്പോ നരകത്തിനെയും നമ്മുടെയും ഇടയിലുള്ള വലിയൊരു പരിച. പിന്നെ നമ്മൾ അല്ലാഹയെ ഓർത്തതൊക്കെയോ ഒരു പ്രകാശം. സിറാത്ത് എന്ന് പറഞ്ഞാൽ കുറ്റിരിട്ടല്ലേ? അപ്പൊ നമുക്കൊരു പ്രകാശം. അല്ല ചോദിക്കുന്നു, എനിക്ക് നിങ്ങൾ എന്ത്? നിസ്കാരവും നോമ്പും എന്നെ ഓർത്തതും സദഖയൊക്കെ നിങ്ങൾക്കല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അമലേതാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, അല്ല വെറുത്തതിനെ വെറുക്കുക. നമ്മൾ നേരെ തിരിച്ചല്ലേ, ഉൾട്ട. അല്ല വെറുത്തതിനെ ഇഷ്ടപ്പെടും, അല്ല സ്നേഹിച്ചതിനെ വെറുക്കുകയും ചെയ്യും.
പിന്നെങ്ങനെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക? അതുകൊണ്ട് അല്ല പ്രിയങ്കരമായി കണ്ടതിനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അല്ല വെറുത്തു മാറ്റി നിർത്തിയതിനൊക്കെ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് രണ്ട് പ്രമേയങ്ങൾ ആ ഹദീസിലെ മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങളെ ഉമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഹദീസാ. പിന്നെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? മൂന്ന് കൂട്ടരെ അല്ലാഹുക്ക് വലിയ പ്രിയമാണ്. ആ മൂന്ന് കൂട്ടരാരെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. അല്ല ഇഷ്ടപ്പെടുന്ന മൂന്ന് കൂട്ടം ആളുകളാരാ? ഇന്നല്ലാഹ യുഹിബ്ബു അൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. ഈ മൂന്ന് കൂട്ടരിൽ അല്ലാഹു നമുക്ക് ഉൾപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അബ്റാർ ആരാ? ഖുർആനിലെ 6 സ്ഥലങ്ങളിൽ അൽ അബ്റാർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നെങ്കിൽ അബ്റാരിങ്ങളായിട്ട് മരിക്കണം. മരിക്കുന്നെങ്കിൽ അബ്റാറിങ്ങളായിട്ട് മരിക്കണം. എന്താ ഈ അബ്റാറ്? അല്ലാ എന്റെ മരണം അബ്റാറിങ്ങളുടെ മരണമാക്കി തരണേ അല്ലാ. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരാണ്. നമുക്ക് പുണ്യം ചെയ്യാൻ കഴിയണം. ആ പുണ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാ ഈ പുണ്യം എന്ന് പറഞ്ഞാൽ? വാബിസത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ എനിക്ക് ബിർറും ഇസ്മും ഏതാണെന്നൊന്ന് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂല് ഏതാണ് ബിർറ് എന്നതിന്റെ പട്ടിക അങ്ങോട്ട് കൊടുത്തില്ല. ഇസ്മ ഏതാണെന്നതിന്റെ മെനു അങ്ങോട്ട് കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് ചെയ്ത പണി എന്താണെന്നറിയോ? ഈ 5 വിരലുകൾ ഹിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയും ഇബ്ഹാമും 5 വിരലിന്റെ അഗ്രഭാഗം അള്ളാന്റെ ഹബീബ് വാബിസത്ത് തങ്ങളുടെ പച്ച ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക യാ വാബിസ. നിന്റെ മനസാക്ഷിയോട് ചോദിക്ക് ഏതാ പാപം ഏതാ നന്മയെന്ന്. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നന്മയെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകുക. അപ്പൊ ഈ സദസ്സിരിക്കുന്ന ആര് കണ്ടാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു സംതൃപ്തി ഇല്ലേ? ഇതാണ് പുണ്യം. നേരെ മറിച്ച് തിയേറ്ററിലാണെങ്കിലോ പാപ്പ കണ്ട അള്ളാഹ് പൊക്കിയത് തന്നെ. ആരെങ്കിലും കണ്ടാലോ ഒരു സംതൃപ്തി ഇല്ലായ്മ. അത് തെറ്റ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നു, ആര് കണ്ടാൽ എനിക്കെന്താ പ്രശ്നം? നേരെ മറിച്ചിരിക്കുന്നത് ഒരു കുപ്പി മദ്യം, ഒരു കപ്പ് മദ്യമാണെങ്കിലോ പടച്ചോനെ ആരെങ്കിലും മണത്തു നോക്കിയാൽ, ആരെങ്കിലും കണ്ടായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ആകെ പൊക്കിയത് തന്നെ. ഒരു അസംതൃപ്തി. അത് തെറ്റാണ്. സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുക. മുട്ടപ്പലോ എന്താ മുട്ടത്തല്ലേ? മുട്ടപ്പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. ആ മുട്ടപ്പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട്. എന്ത് ടെൻഷനാ? ഒരു ടെൻഷനും ഇല്ല. മഹർ കൊടുത്ത് കൊണ്ടു നടക്കുന്ന പെണ്ണല്ലേ, ടെൻഷൻ എന്തിനാ? ഇനി ആരാന്റെ പെണ്ണിനെയാണ് കൊണ്ടുപോയെങ്കിലോ, ഇനി അവളെ കെട്ടിയവരെങ്ങാനും കണ്ടാലോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവൂലേ? അത് തന്നെ ഇസ്മ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് നന്മയും അസംതൃപ്തി ഉണ്ടാകുന്നത് തിന്മയുമാണ്. ആ സംതൃപ്തമായ അമലുകൾ ചെയ്യുന്നവനാണ് അബ്റാർ. ആ അബ്റാരിങ്ങൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഖുർആൻ നിങ്ങളെടുത്ത് നോക്ക്, 6 തവണ അബ്റാർ. ഞാൻ ഇങ്ങനെ ഖുർആന്റെ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഉസ്താദിനോട് ഞാൻ ഇപ്പൊ സദസ്സിൽ വെച്ച് പറയാണ്, നാളെ അൽഹംദുലില്ലാ വൈകുന്നേരം അബ്ദുള്ള ഉസ്താദ് ഞങ്ങൾ തട്ടിയെടുത്തതാ, ഇല്ലെങ്കിൽ നാളെ എന്റെ പരിപാടിക്ക് വരേണ്ടതാണ്. BM അബ്ദുള്ള ഉസ്താദ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ ഉസ്താദ് അവറുകൾ പ്രകാശനം ചെയ്യുന്ന ഒരു വലിയ സദസ്സ് നാളെ സായാഹ്നത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ ഈ വിനീതൻ എഴുതിയ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു, ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 89 സ്ഥലങ്ങളിൽ. ആ 89 സ്ഥലങ്ങളിലും അല്ല വിളിച്ചത് മോമിനീങ്ങളെ എന്നാണ്. ആ 89 കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാണ് മോമിൻ എന്ന് പറയാ. ഖുർആനല്ലേ? മുഅ്മിനെ, ഇപ്പൊ നമ്മുടെ പേര് വിളിക്കാൻ, ഇപ്പൊ ഒരാളെ പേര് വിളിച്ചു, അങ്ങനെ പേര് വിളിക്കുമ്പോ അയാള് നോക്കാതെ തിരിഞ്ഞു പോയാൽ അയാൾ ആ ആളല്ല എന്നുള്ളതല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അള്ളാഹു ചേർത്ത് വിളിക്കുമ്പോ അത് ഏറെ കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുഅ്മിനല്ലെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ഗൗരവമുള്ള കാര്യമാണ്. അതെല്ലാം കൂടി ഒരു ഗ്രന്ഥമാക്കി നാളെ അതിന്റെ പ്രകാശനമാണ്. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് എത്തിച്ചു തരും. അപ്പൊ അതിന്റെ പ്രകാശനം അധ്യക്ഷത വഹിക്കേണ്ടത് വി അബ്ദുള്ള ഉസ്താദ. ഇന്നിപ്പോ
ഇന്ന് ബന്ധപ്പെടുമ്പോൾ പറഞ്ഞു ഇവിടെ പരിപാടിക്ക് വരുന്നത് കൊണ്ട് നാളെ അവിടെ എത്തൂലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. 89 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ചു പറയുന്ന കാര്യങ്ങൾ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് ചാനലിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന വിവരദോഷികൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഇടാതെ മുഅ്മിനീങ്ങളുടെ അടുത്ത് അല്ലാഹ് പറയാൻ വേണ്ടി വിളിച്ച കാര്യമല്ലേ? 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അത് നിങ്ങൾ പറ. ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും നിരീശ്വരവാദിയെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടല്ല പറഞ്ഞതാണ് 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. യാ ബനി ആദം 5 സ്ഥലങ്ങളിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. യാ ബനി ആദം, ആദം മക്കളെ. അപ്പൊ ഇങ്ങനെ ഖുർആന്റെ ഒരു പഠനം അത് നല്ല രസമാണ്. അള്ളാഹു നമുക്ക് ഖുർആനിന്റെ അകക്കാമ്പ് തൊട്ടറിയാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ.